ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈവനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ക്ലാസ് ഉള്ളൊരു ദിവസത്തെ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആരും എത്തിയിട്ടില്ല. അച്ഛനും അമ്മയും അനിയനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്നൊരു ഈവനിങ് റുട്ടീനായിട്ട് വീഡിയോ എടുത്ത് കളയാമെന്ന്. ഒറ്റയ്ക്കല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചായയൊക്കെ വെച്ച് കുടിച്ച് അവരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോവും. പിന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് അങ്ങനെ പോവും. ഇന്നിപ്പോൾ ആരില്ലാത്തത് കൊണ്ട് വേഗം ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചായ വെച്ചു, ഫ്രഷായി, യൂണിഫോമൊക്കെ മാറ്റി, കട്ട്ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചായ വേഗം കഴിച്ചു. എന്നിട്ട് ഒറ്റയ്ക്കായ കാരണം വേഗം ഫ്രഷ് ആവലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വേഗം പഠിക്കാനിരിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കായ കാരണം അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഈവനിങ് റൊട്ടീനായിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തേ. അപ്പോൾ പഠിക്കാനായിട്ടപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല, വെളിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കാമെന്ന്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നല്ല ഒരു വൈബാണ് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. ചെടികളും ഒക്കെ ആയിട്ട് ഒരു നല്ല രസമാണ് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ ഇരുന്ന് പഠിക്കാറുണ്ട്. റൂമിലിരുന്ന് പഠിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അവിടെയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ആക്സസ് ആയിട്ടുള്ളത്. ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് എനിക്ക് പോകണം, ഓരോ സാധനങ്ങൾ എടുക്കണം, തിരിച്ചു വരണം. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ അങ്ങനെ പഠിക്കാനും ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ വന്നിരുന്ന് പഠിക്കാറൊക്കെ ഉണ്ട്. കൂടുതലും ഞാൻ റൂമിൽ തന്നെ ഇരുന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ആരും ഇല്ലാത്തത് കാരണം എനിക്ക് റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനൊരു മടിയായ കാരണം ഞാനപ്പോൾ നേരെ സിറ്റ് ഔട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സൗണ്ടുകളും, കിളികളുടെ ഓരോ സൗണ്ടും കാക്കയുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനങ്ങനെ പുറത്തിരുന്ന് അങ്ങനെ ഇങ്ങനെ ഇന്ന് കുറച്ച് അധികം പഠിക്കാനുണ്ടായിരുന്നു. നാളേക്ക് കോളേജിൽ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഇങ്ങനെ പഠിച്ച് ഇരിക്കുകയായിരുന്നു. ഞാൻ ഈ ഒരു പോർഷൻ ഫോർവേഡ്, അതായത് സ്പീഡ് കൂട്ടുന്നുമില്ല, സ്കിപ്പ് ചെയ്യണമൊന്നുമില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കതിൻ്റെ സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഒന്നും തോന്നിയില്ല. ഇങ്ങനെ തന്നെ ഇടാൻ തോന്നി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അടിച്ച് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അതല്ല, കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കാണാം. ഒരുപാട് സന്തോഷം. എനിക്കെന്തോ ഇതിങ്ങനെ സ്പീഡാക്കി കളയാൻ തോന്നിയില്ല. ഇങ്ങനെ കാണാൻ എനിക്കൊരു എന്തോ ഒരു അങ്ങനെ തോന്നി. ഇങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് തോന്നി. അതിൻ്റെ പേരിൽ ഞാനിത് സ്പീഡാക്കൊന്നുമില്ല, കട്ട് ചെയ്ത് കളയുന്നുമില്ല. അതുകൊണ്ട് വീഡിയോയ്ക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്. എന്തോ എനിക്കങ്ങനെ തോന്നി അങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അത് ബോറായിട്ട് ഇങ്ങനെ ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ.
അങ്ങനെ കുറേ നേരം എടുത്ത് ഞാൻ കുറച്ച് ഡ്രഗ്സിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ മെക്കാനിസവും ഫാക്ഷനും ഒക്കെ പഠിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ സമയം എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ വീട്ടിലെല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഒരു ചായയും കൂടിയും കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റൂമിലോട്ട് പോന്നു. പിന്നെ ഞാൻ ബാക്കി കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നതും പിന്നെ ബാക്കി പഠിക്കാനുണ്ടായിരുന്നതും അങ്ങനെ നാളേക്ക് ബാക്കി നോട്ട്സും പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ റൂമിലോട്ട് വന്നിട്ട് ബാക്കി വർക്കുകൾ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു.
പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള എൻ്റെ ബുക്കുകളും ലാബിലേക്കുള്ള ഇങ്ങനെ ബട്ടർ പേപ്പേഴ്സ്, ലാബ് ടവൽസ്, കോട്ട്, അങ്ങനെ കാൽക്കുലേറ്റേഴ്സ്, അങ്ങനെ ലാബിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ രാവിലെ എനിക്ക് കണ്ണെഴുതാനും പൊട്ട് വയ്ക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും രാവിലെ എത്രയാണെങ്കിലും തപ്പിത്തരഞ്ഞ് നടക്കുമ്പോൾ എന്തായാലും ലേറ്റാവും. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ലാഭം. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ വേഗം വേഗം റെഡിയായി അങ്ങോട്ട് ഇറങ്ങി പോകാമല്ലോ. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും രാവിലെ ലേറ്റാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ യൂണിഫോമും സോക്സും, അല്ലെങ്കിൽ എന്നും സോക്സൊക്കെ തപ്പി നടക്കലാണ്. ഒരു സോക്സ് കിട്ടും, ഒരു സോക്സ് കിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ടവലും അപ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. ലാബിലേക്ക് വേണ്ട ഒരു ബ്ലേഡ് കാണാനില്ല, അത് തപ്പുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാവിലെ ഇതൊക്കെ തപ്പിക്കിടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നേരം പോക്ക് മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. അത് തപ്പി നടക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെയുള്ള റഷ് ഒഴിവാക്കാം. അപ്പോൾ ഞാനപ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് ലാബിലേക്ക് ആവശ്യമുള്ളതെന്ന് ഓരോ സബ്ജക്റ്റിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സിലബസ് എടുത്ത് നോക്കി ലാബിലേക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് അങ്ങനെ ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഞാൻ യൂണിഫോമും സോക്സും ടവല്, ഇന്നേഴ്സ്, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് തന്നെ കുളിക്കാനുള്ള ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കട്ടിലിൽ വെച്ചു. അതിനുശേഷം നേരെ ഭക്ഷണം കഴിച്ചു, ബ്രഷ് ചെയ്ത് നേരെ കിടന്ന് ഇറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.